പിന്നെ ഫുള്ള് അവന് വേണ്ടി ഓടെയാണ്. ഏത് വണ്ടി അത് ഓടെയാണ്? നിങ്ങള് പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അവൻ ഓടുന്ന വണ്ടിയാണത്. ഓടിച്ച വണ്ടിയാണല്ലേ? അവൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണത്. അവൻ്റെ ആമി വണ്ടി. ഓപ്പറേഷൻ ഇല്ലേ? ഓപ്പറേഷൻ നാളെയാണ്. ഇപ്പം പുള്ളിക്ക് ഇപ്പം ഇന്നാണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ഇന്നല്ല, നാളെയാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും മറ്റേ ആക്സിഡന്റ് അറിയോ? ആക്സിഡന്റ് സംഗീത ബസ്സിന്റെ ഒരു ഡ്രൈവർ ശരത്ത്, അതിൽ വണ്ടി ആക്സിഡന്റ് പറ്റി. ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ബസ് ജീവനക്കാരെല്ലാം കൂടെ ഒരു 10,000 രൂപ പിരിച്ച് കൊടുത്തിട്ടുണ്ട് ചാരിറ്റിയുടെ. ഇന്ന് സൗജന്യമായി വണ്ടി ഓടുകയാണ്. ഇന്ന് സംഗീത ബസ്സിന്റെ മുതലാളി സജി എന്ന് പറയുന്ന ബസ്സിന്റെ മുതലാളി, അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം സ്റ്റാഫിന് വേണ്ടി കാരുണ്യ യാത്ര എന്ന് ബസ് ഓടുന്നുണ്ട്. ഓടുന്നുണ്ട്. ആ തുടയിൽ പൊട്ടിപ്പോയി, ശകലം ഗുരുതരാവസ്ഥയിലാണ്. പുള്ളിക്ക് ഇനി അടുത്ത വണ്ടി ഓടിച്ച് വണ്ടി ഫീൽഡിലോട്ട് വരണമെങ്കിൽ ഇനി കുറച്ച് കാലം എടുക്കും. അപ്പോൾ ബസ്സിൻ്റെ മുതലാളിക്ക് ഒരു നല്ല മനസ്സ് തോന്നി, ബസ്സിൻ്റെ സ്റ്റാഫുകൾക്കും മുതലാളിക്കും നല്ല മനസ്സ് തോന്നി. ഇന്നത്തെ ദിവസം ബസ് ഓടുന്നുണ്ട്, കാരുണ്യ യാത്ര ഓടുന്നുണ്ട്. ബസ് ഇപ്പോൾ 10:30 മണിയാകുമ്പോൾ ബസ് ഇവിടെ വരും. ഇവിടെ ചാരിറ്റിയുടെ പൈസയിൽ നിന്നാണ് ചാരിറ്റി പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ ചാരിറ്റിയിൽ നിന്ന് ഇന്നലെ ഇവിടുന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേ തുടർന്ന് ചാരിറ്റിക്ക് ഈ വലിയ ഓപ്പറേഷനാണെന്ന് ഞാൻ അറിഞ്ഞത്. കാരണം തുടയിൽ പൊട്ടി ഓപ്പറേഷനിലാണ്. നല്ല ഓപ്പറേഷനുണ്ട്. അറിഞ്ഞതേ ഉള്ളൂ, കാരണം പോകാനൊന്നും പറ്റിയില്ല. അവനൊന്ന് ഓപ്പറേഷനാണ്. അതിനുവേണ്ടി അവർ ആ ഒരു ബസ് മുതലാളി സൗജന്യ യാത്ര നടത്തുകയാണ്. അറിയാം? അറിഞ്ഞു. ഇതിലൊക്കെ സഹപ്രവർത്തനമല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന വല്ലതും ചെയ്യണം. എങ്ങനെയുണ്ടോ? ഇന്ന് ഓപ്പറേഷൻ അല്ലേ അവന്? ഓപ്പറേഷനാണ്. മാനേജറാണോ? നിങ്ങളുടെ മാനേജർ സംഗീതയുടെ? ഇപ്പം ഇന്ന് ഒരു ഫുൾ വണ്ടി മൊത്തം ഓടുകയാണല്ലേ? ചെറിയങ്കിഴി ആറ്റിങ്ങൽ റൂട്ട്, ആ റൂട്ടിൽ മൊത്തം ഓടുകയാണ് സൗജന്യമായിട്ട്. അവന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? ഇതെല്ലാം അറിയാവുന്ന പയ്യനല്ലേ? എന്താ അവൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? ഇന്ന് ഓപ്പറേഷൻ അല്ലേ? പിന്നെ ഫുള്ള് അവന് വേണ്ടി ഓടുകയാണ്. ഏത് വണ്ടി അത് ഓടുകയാണ്? നിങ്ങള് പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അവൻ ഓടുന്ന വണ്ടിയാണത്. ഓടിച്ച വണ്ടിയാണല്ലേ? അവൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണത്. അവൻ്റെ ആമി വണ്ടി. ഓപ്പറേഷൻ ഇല്ലേ? ഓപ്പറേഷൻ നാളെയാണ്. ഇപ്പം പുള്ളിക്ക് ഇപ്പം ഇന്നാണെന്ന് പറഞ്ഞു. ഇന്നല്ല, നാളെയാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും മറ്റേ നമ്മളെ ഹാർട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വൈപ്പൊക്കെ ഇപ്പം അങ്ങോട്ട് പോയേക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ഹാർട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ ഹെഡ് ഇഞ്ചുറി ഉണ്ടോ? ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല, കാലിൻ്റെ തുടയിൽ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻ ആദ്യം പറഞ്ഞത്. പിന്നെ രാവിലെ വൈഫിനെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൽ ബ്ലഡിൻ്റെ പമ്പിങ് എത്തി ഓവറാണെന്ന്. അവന് ആൾറെഡി BP ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ SC ബോർഡിനെ കൊണ്ടുള്ള സാമ്പത്തികം കുറവാണത്. പിന്നെ നമ്മളെ ഈ വണ്ടിയും പിന്നെ ഈ സർവീസറിനെ എല്ലാവരും കൂടെ സഹായിച്ചൊക്കെയാണ് ഇപ്പോൾ മിനിയാന്നായിരുന്ന സംഭവം. നാട്ടുകാരൊക്കെ സഹകരിക്കുന്നുണ്ടോ? നാട്ടുകാർ വണ്ടിയിൽ വരുന്നവരെല്ലാം ഭയങ്കര സാധാരണമാണ്. കാര്യം 2 വർഷം അല്ലല്ല 3-4 വർഷമായി ഈ വണ്ടി ഇങ്ങോട്ട് സർവീസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അവനറിയാം. അപ്പം 13 ടിക്കറ്റ് എടുക്കുന്നവർ 100 രൂപ വരുന്നുണ്ട്, 500 തന്നവരുണ്ട്. ഏതായാലും എന്താ പറയുക, നമ്മൾ ബസ്സിലൊക്കെ കയറിയപ്പോഴത്തേക്ക് എല്ലാവരും വളരെ സഹകരണ മനോഭാവമാണ്. ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അവനറിയാം. അവന് വളരെ എന്താ പറയുക സുന്ദരനായ ചെറുപ്പക്കാരൻ. ആക്ഷൻ പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇന്നല്ല നാളെ ഓപ്പറേഷൻ. അവൻ്റെ തുടയിലൊക്കെ പൊട്ടി മാറിപ്പോയി. കാശ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാവരെയും ചോദിക്കുന്നുണ്ട്. ബിസിനസ്സിന് വേണ്ടി ക്യാമറ അനീഷൊപ്പം ശ്രീത്മായ സൈനിങ് ഓഫ്.